ഗൈസ്, അപ്പോൾ റോഡ് പണി ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു റോഡിൽ 2 വീലേഴ്സ് അതുപോലെ തന്നെ ഓട്ടോ അങ്ങനെ ചെറിയ വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല എന്നുള്ള സൈൻ ബോർഡും വന്നിട്ടു. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോടതി അല്ലെങ്കിൽ കോർട്ട് സ്റ്റേ ചെയ്യും എന്നുള്ള കാര്യം. പക്ഷേ അതും ആ ഒരു പ്രതീക്ഷ ഇല്ലാതായിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയ സംഗതി എന്ന് വെച്ചാൽ ഒരു മൂവിയിൽ പറയുന്നുണ്ടല്ലോ, യോഗ്യല്ല അമ്മിനെ പായമടക്കിക്കാളെ എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം 1000 cc വണ്ടി ഉണ്ട് കയ്യിൽ, പക്ഷേ സ്വന്തം നാട്ടിലുള്ള റോഡിലൂടെ പോകാനുള്ളൊരു വിധി ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ റോഡ് നല്ല റോഡ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്കതിനകത്ത് ഓടിക്കാൻ പറ്റൂല. കാരണം നമ്മളെ നിയമം അങ്ങനെയാണ്. പിന്നെ അതുമാത്രമല്ല, മറ്റു കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. കാരണം സർവീസ് റോഡ് അറിയാലോ, സർവീസ് റോഡിൻ്റെ അത്രയും ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള സർവീസ് റോഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് റോഡ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അംഗീകരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള സർവീസ് റോഡിൻ്റെ അവസ്ഥ അറിയാലോ. പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം 1000 cc ഉണ്ട്. അപ്പം ബസ്സിൻ്റെ ഒക്കെ പിറകെ വെച്ച് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം അറിയാലോ, ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വിൻഡിൽ തന്നെ ഓടിക്കുന്നത് 98 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ വണ്ടീൻ്റെ ചൂട്. അപ്പോൾ അത്രയും ചെറിയ സ്പീഡിൽ പോകുമ്പോൾ എന്തായാലും 98 ഉള്ളത് 1 ton ആയി മാറും. അപ്പോൾ അത്രയും ഹീറ്റും കൊണ്ട് അത്രയും റിസ്ക്കി ആയിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ വരും സർവീസ് റോഡിൽ. കാരണം ചെറിയ റോഡാണ്, കൺജസ്റ്റഡ് ആണ്, ഒരു ബസ്സിന് തന്നെ ഉള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ പറയും വേണ്ട, ബസ്സൊക്കെ ഓരോ സ്റ്റോപ്പിലും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഹീറ്റ് വളരെയധികം കൂടുകയും, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഹീറ്റാണ്, അപ്പോൾ ഡബിൾക്ക് ഹീറ്റ് കൂടും. അതുപോലെ തന്നെ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിയർത്തൊലിക്കേണ്ട ഒരു അവസ്ഥ വരും. ഏതായാലും ഇങ്ങനൊരു നിയമം മാറി വരുന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒന്ന് സർവീസ് റോഡ് തന്നെയാണ് അതിൻ്റെ കാരണം നമുക്ക് സർവീസ് റോഡ് കറക്റ്റ് കിട്ടണില്ല. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്, ഭാവിയിലെങ്കിലും ഹൈക്കോർട്ടിൽ നിന്നൊരു സ്റ്റേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാം എന്നുള്ളത്. സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും ഈ റോഡിലൂടെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ സ്കൂട്ടർ ഓടിക്കുന്ന ആൾ വരെ സ്പീഡ് ട്രാക്കിലൂടെ പതിയെയാണ് പോണത്, ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ നല്ല തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഈ ഒരു റോഡുമായിട്ട് ഒരു നോളജ് ഇല്ലാഞ്ഞിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുക, അതിനുശേഷം മോട്ടോർ ബൈക്കുകളൊക്കെ ഓടിക്കാം, ഈസി ആയിട്ട് ഓടിക്കാം. കാരണം തമിഴ്നാട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് മാത്രമേ പോവുള്ളൂ, അവർക്കായിട്ടൊരു ലൈൻ ഉണ്ടാവും. അപ്പം ഇവിടെയും ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കാണും. പക്ഷേ അവിടെയും ഓട്ടോ ഒരു പ്രശ്നമാണ്. ഓട്ടോ ഓൾവേസ് എല്ലായിടത്തും പ്രശ്നക്കാർ തന്നെയാണ്. അപ്പോൾ ഓട്ടോൻ്റെ കാര്യത്തിൽ എന്താക്കും എന്നുള്ളത് അറിയില്ല. ഏതായാലും നല്ല റോഡ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഭാവിയിൽ വരാനുള്ളത്. ഇനി AI ക്യാമറ വെച്ചിട്ട് ഫൈൻ ഇടുമോ എന്നുള്ളതാണ് അറിയാത്തത്. കേട്ടോ, പല സൈൻ ബോർഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അയ്യോ, റോഡ് മുറിച്ചെടുക്കുന്ന കണ്ടേ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ മലയാളികൾക്കൊന്നും അറിയൂല, പഠിച്ചിട്ടില്ല എന്ന് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം. ഇത്രയും വലിയ റോഡിലൂടെ മുറിച്ച് കിടക്കുക, അതുപോലെ തന്നെ സ്പീഡ് ട്രാക്കിലൂടെ ചെറുവണ്ടികൾ വല്ല പതിയെ പോവുക. ഇത് ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള ട്രാക്കാണെന്ന് പോലും ആർക്കും അറിയൂല. വൺസ് നമ്മളിത് ഒരു വണ്ടിയെ മറികടന്നതിന് ശേഷം മറ്റു റോഡിലേക്ക്, അതായത് ഈ സെൻട്രൽ ലൈനിലൂടെ കീപ്പ് ചെയ്ത് പോകണം, അത് പലർക്കും അറിയില്ല.
കണ്ടോ, ഞാൻ അത്രയും സ്പീഡ് എടുത്ത് വന്നിട്ടും 90ലാണ് ഹീറ്റ് കിടക്കുന്നത്. ആ ഒരു ടൈമിൽ 50, അവിടെ നിർത്തിയ ടൈമിൽ 86 അങ്ങനെ എന്തോ ആയിരുന്നു. കണ്ടോ, ഗ്രാജുവലി കൂടിക്കൊണ്ടേ ഇരിക്കണേ ഹീറ്റ്, ഇവിടെ കണ്ട അറിയാം. അപ്പം ഇങ്ങനെ ഈ ഗ്രാജുവലി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹീറ്റ്, കാരണം അത്രയും വലിയ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്, 1000 cc ആണല്ലോ. അപ്പം സർവീസ് റോഡിലൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പീഡിൽ പോകാൻ പറ്റൂല, പിന്നെ മുന്നിലെങ്ങാനും ബസ്സോ ട്രക്കോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കേണ്ടി വരും. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പിൽ നിർത്തേണ്ടി വരും. അപ്പോൾ ഈ ഹീറ്റ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം സർവീസ് റോഡിലൂടെ പോകാൻ ഒട്ടും യോജിച്ച വണ്ടിയല്ല ഇത്. അപ്പം ഭാവിയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട്. ബാബുക്ക ഇങ്ങനെ ചളാരിയിൽ കൂടെ പോവും നേരെ തിരൂര്. അപ്പോൾ ബാബുക്ക ശരി. കണ്ടോ ആ ഓട്ടോ ഒന്ന് നോക്കിയേ. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണേണ്ടി വരും. കണ്ടോ ഇപ്പം എത്ര ഹീറ്റ് നോക്കിയേ, 101 ആയി. ഇനി ഒരു 10-14 കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഔട്ടോ, വണ്ടി വഴിയിൽ നിർത്തിയിടേണ്ടി വരും 5 മിനിറ്റ് 10 മിനിറ്റോളം. അത് കഴിഞ്ഞിട്ടേ പിന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സർവീസ് റോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഹീറ്റ് കൂടുന്നു, വണ്ടി സൈഡാക്കുന്നു, 5 മിനിറ്റ് കാത്തു നിൽക്കുന്നു, പിന്നെയും വണ്ടി എടുത്ത് പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ ആവും. അപ്പം എനിവേ ഇന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.